അപ്പൊ നമ്മുടെ ആറാട്ടനും ജോയിൻ ചെയ്തേക്കാണ്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കണം. നിങ്ങൾ ആദ്യം എപ്പോഴും ഒരുമിച്ചുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ചില പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട് ആറാട്ടനിലൂടെയാണ് അലിജോസ് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ക്രിസ്റ്റഫറിലൂടെ പുള്ളി സ്വന്തമായിട്ട് വൈറലായതാണ്. പുള്ളി സ്വന്തമായിട്ട് ഞാൻ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ടാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വന്ന ലൈഫ് സ്റ്റൈല് ഒരേപോലെയാണ്. എന്താ കാരണം അറിയോ? റിവ്യൂ ആണ്. റിവ്യൂ പറഞ്ഞ സിനിമയുടെ ആൾക്കാർ ഒരേപോലെയാണ്. ബി ഉണ്ണികൃഷ്ണന്റെ 2 ഫിലിം. ബി ഉണ്ണികൃഷ്ണന്റെ ബി ഉണ്ണികൃഷ്ണന്റെ ക്രിസ്റ്റഫർ ഞാൻ ഫെബ്രുവരിയില്ല. ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പൊ ഈ അടുത്തായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റ് എന്ന പോലെയുള്ള ഒരാള് പെരേരിനെ പറ്റി വീഡിയോ ഇടുന്നു, ഒരാളെ തിരിച്ചു അങ്ങനെ വീഡിയോ ഇടുന്നു, അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ അതോ നിങ്ങൾ ശരിക്കും വഴക്കാടോ അങ്ങനെ? ഫാൻസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം ഞാൻ പലർക്കും യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പണ്ട് ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി അത് ആൾക്കാർ മിസ്യൂസ് ചെയ്തെന്നാ തോന്നുന്നു. പലരും ഹാക്ക് ചെയ്യപ്പെടുന്നത്. അതല്ല ഞാൻ പൊട്ടറാണ് ഞാൻ ഫീൽഡ് ഔട്ട് ഞാൻ കേട്ടല്ലോ. അത് പറഞ്ഞത് ഞാൻ പറഞ്ഞതേ ആറാട്ടണ്ണനും പ്രസംഗം കൊണ്ട് ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞു. അപ്പൊ ആ ദേശത്തിന് പറഞ്ഞതാ തമാശ. പേര് പറയട്ടെ, എന്റെ പേര് മാത്രമാണ്. ആ മറ്റേ മനോജ് ടൈഗറാണ്. അങ്ങനെ ഒരു പുതിയ പേരിൽ ഓരോരുത്തർ വരുമ്പോൾ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം പോകുന്ന. ഞാനൊരിക്കലും ഇപ്പൊ ഫീൽഡ് ഔട്ട് ആവും. അമേസിംഗ് കണ്ണൻ അവിടെ പോയി. അമേസിംഗ് കണ്ണൻ അതുപോലെ പള്ളിപ്പറമ്പ് പോയിരുന്നു. അല്ല, പുള്ളി വയറിലായിട്ട് ചെയ്തല്ല, പുള്ളി അറിയാതെ വിട്ടുപോയതാണ്. ഞാൻ ഒന്നോട്ടിക്കിട്ടല്ല, ഇത് പറയണ്ട എത്രയും നിൽക്കുന്നു അറിയില്ല. ഇപ്പൊ ഞാനും പിന്നെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. റീൽസ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്. പല പല സ്ട്രാറ്റജി. അപ്പൊ ഞാൻ എന്റെ ഒരു അതിലേക്ക് വരാം. ഞാൻ 1000 രൂപ കൊടുത്താണല്ലോ. ഞാൻ 1000 രൂപ ഒന്നുമില്ല ഫുഡ് അടിക്കാൻ. അത് ഫുഡ് അതിന് എന്ത് 1000 രൂപ ഞാൻ കൊടുത്താണ് ഫുഡ് അടിക്കാൻ വേണ്ടി. അതല്ലത് പുള്ളി പറഞ്ഞു മറ്റേ സെറ്റില് 3 ദിവസം സെറ്റില് മറ്റേ ഫുഡിന്റെ മാത്രം പൈസ മുടക്കാൻ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നത് ചെയ്യാനായിട്ട്. ഞാനന്ന് 1000 രൂപ കൊടുത്തു. അല്ല അത് കഴിഞ്ഞ് ഒരു പ്രൊഡ്യൂസർ വന്നുകൊണ്ടാണ് ആ പടം പോണത്. ഷൂട്ട് കഴിഞ്ഞ ഡബിങ് കഴിഞ്ഞ കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് ഒരാളോട് നോ പറയാൻ ബുദ്ധിമുട്ടല്ല. എനിക്ക് വേണമെങ്കിൽ നോ പറയണം, കാരണം അല്ലെങ്കിൽ അവരെ ബാധിക്കും. നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ എടുക്കാത്തത്. അഭിനയിക്കാൻ അറിയില്ലാത്തല്ല, താല്പര്യമില്ല. കുറച്ചറിയൊക്കെയുണ്ട്. ഒട്ടും പറ്റില്ലെന്നാണ് ആവറേജ് ആക്ടിങ്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. ബസ്സൊക്കെ ചെയ്യണ്ടായിരുന്നു പുള്ളി. മറ്റേ ക്യാരവാൻ കിട്ടില്ല കാരണമല്ല, ഞാൻ ഡ്രസ്സ് മാറുന്ന ഇപ്പോഴും മുറിക്കകത്ത് കയറിയിട്ടാണ്. പക്ഷെ ഞാൻ എനിക്ക് പുറത്ത് മാറാൻ അങ്ങനെയല്ല. ഞാൻ പബ്ലിക് ആയിട്ട് ഡ്രസ്സ് മാറാം. ഒരു മുണ്ടുണ്ടെങ്കിൽ എനിക്ക് പാന്റ് മാറാൻ പറ്റും. എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് എന്റെ ഫാമിലി ഞാൻ അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഞാൻ ഷർട്ട് എടുക്കും, നിക്കർ എടുക്കും, അങ്ങനെ ഡ്രസ് കൊടുക്കുള്ളൂ, ജീൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ പൊതുസമയത്ത് പോകുമ്പോ ആൾക്കാര് അയ്യെന്ന് പറയില്ല. എന്റെ പറയട്ടെ, എന്റെ ഫാമിലി 2 സിസ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ എല്ലാവരും പെണ്ണുങ്ങളെ വീട്ടിനുള്ളിൽ മുറിക്കകത്ത് വരുന്നുണ്ട്. ആ നേച്ചർ എനിക്കുണ്ട്. മുറിക്കകത്താ ചെയ്യണം. ഇവര് പരിചയം ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് പറ്റിയില്ല. പറഞ്ഞല്ലേ അണ്ണനെ ബസ് സെറ്റ് വെച്ചേ കാലത്തൊരു മറുപടി ഇട്ടായിരുന്നില്ല. SMS സീരീസിൽ അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞു. ലാലേട്ടൻ ആദ്യ ജീവിതത്തില് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞൊരു വ്യക്തി അത് വ്യത്യാസമുണ്ട്. അത് എത്ര പേരെ കാണണം? ഇത് 1-2 പേരേ ഉള്ളൂ. ലാലേട്ടൻ ക്യാമറ ടീം ഫുള്ള് കാണും. ആയിക്കോട്ടെ, അതും ഇത് വ്യത്യാസമുണ്ട്. പബ്ലിക് പ്ലേസിലായിരുന്നു, റോഡ് സൈഡിലാണ് ഷൂട്ട് ചെയ്തത്. പനമ്പള്ളി നേറില് ഫസ്റ്റ് ഡേ ഞാൻ പോയതാ. അപ്പൊ എനിക്ക് പോലും പുള്ളി ക്യാരവനിൽ കയറാൻ പറ്റില്ല. അല്ല, എനിക്ക് അവരോട് ദേഷ്യമില്ല. അവര് അല്ല അന്ന് ബാബു ആന്റി വേറെ കുറെ ആക്ടേഴ്സ് അവർക്ക് സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മൂഡ് ഔട്ട് ആയി, അതാ പ്രശ്നം പറ്റിയതാ. അപ്പൊ പണ്ടത്രേ തോന്നുന്നുണ്ടോ? അല്ലാതെ ക്യാരവൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവര് ബുദ്ധിമുട്ടിൽ ഞാൻ പോയതാണ്. എനിക്ക് ക്യാരവൻ തരാൻ മമ്മൂട്ടി പോകാനൊന്നല്ല, ക്യാരവനിൽ കിട്ടി ഫസ്റ്റ് പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് കൊടുത്താന്ന് പറഞ്ഞാണ്. പബ്ലിസിറ്റി കൊണ്ടാണ്.
അവന് റെമ്യൂണറേഷൻ ആയിരുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. അതെനിക്കറിയില്ല. സിനിമ കാണുകയും ചെയ്യും. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പേടിയുണ്ട്. കാരണം നല്ലൊരു ഗ്യാങ് ആയിരുന്നു. ഞാൻ ബേസിക്കലി ഞാൻ സമയത്ത് മൂഡ് ഔട്ട് ആയി. അതാണ് കാരണം. അതാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാറുണ്ട്. അവർ ചോദിക്കട്ടില്ല. ഇപ്പൊ ഈ അടുത്തെ നമ്മുടെ ബിനീഷ് വെട്ടുകാരി വിളിച്ചായിരുന്നില്ല, ഒരു വീഡിയോ ഇട്ടിരുന്നു ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ തോന്നുന്നു ചുള്ള കാര്യത്തിൽ പറഞ്ഞു. നമുക്ക് ഇടിക്കാം. അതായത് അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് എനിക്ക് ഉള്ളിൽ വരാൻ താല്പര്യം. ഇന്ന് കാലത്ത് കുറെ പ്രാവശ്യം വിളിച്ച് ഇടിക്കുമെന്ന് പറഞ്ഞു, സൂക്ഷിക്കാൻ പറഞ്ഞു. ടോവിനോട് ആൾക്കാരാ വരട്ടെ. സിനിമാക്കാരെ പറ്റി ഒന്നും പറയാൻ പാടില്ല. സിനിമാക്കാരുടെ പുണ്യാളം പറയാൻ അവൻ പറ്റില്ല. അവനോട് പോയി പണിവാക്കാൻ പറയാം. അവനെ പണിവാക്കാൻ താല്പര്യമില്ല. അവര് ചോദിക്കട്ടെ, നീയാണ് ഇന്റർവ്യൂ അവരാണോ? നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഓരോ മീഡിയയുടെ മുന്നിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് ലാസ്റ്റ് പുറത്തോട്ട് വരുമ്പോ വേറെ രീതിയിലോട്ട് ആയി പോകുന്നു എന്ന് തോന്നുന്നു. മീഡിയ ചിലത് വളച്ചൊടിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നിഖില പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിഖില വയറ് നിറച്ച് കൊടുത്തു. ഇങ്ങനെയല്ല ഇല്ലാത്ത ഫിനിക്സിൽ സിനിമ കണ്ടിട്ട് ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഞാൻ പടം ഹൊറർ ഫിലിം പേടിച്ചിട്ട് പോയതാണ്, ഈ പടം ഇഷ്ടപ്പെടാതെ പോയതാണ്. അങ്ങനെ പറഞ്ഞ് വളച്ചൊടിക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, ചില എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അമിത് ചാക്കിലൊക്കെ പറഞ്ഞ ആക്ടർ എന്നെ കൂടെ പഠിച്ചാൽ പുള്ളി വന്ന് പറഞ്ഞു ഇവിടെ ആള് ബ്രില്യൻ്റ് ആണ്, നല്ല സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇവർ മാറ്റി പറഞ്ഞു. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. അവർ ഇപ്പൊ മീഡിയ നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് യോജിപ്പില്ല. കാരണം ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവാണ്. പക്ഷെ ഇങ്ങനത്തെ ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല. പണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിക്ക് സിനിമ ഭ്രാന്താണ്. അവസാനം ന്യൂസ് വന്നു പൃഥ്വിരാജ് പറഞ്ഞു മമ്മൂട്ടിക്ക് ഭ്രാന്താണ്. ഇങ്ങനെയൊക്കെ ഞാൻ വളച്ചൊടിക്കുന്നുണ്ട്. എന്റെ ഫാൻസ് നമ്മുടെ അടിയായി ഇങ്ങനെ വളച്ചൊടിക്കുന്നുണ്ട്. വളരെ ഹേറ്റേഴ്സ് വരാനുള്ള കാരണം പറഞ്ഞാൽ ഇവരുടെ കേസിൽ കുറ്റമാണ്. കാരണം ഇവരാരും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ കേസിൽ ചിലത് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് നെഗറ്റീവ് പറഞ്ഞു. ഈ പുള്ളി ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഈ പുള്ളി എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ല. വേറെ സെലിബ്രിറ്റീസ് കുറ്റം പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. വളരെ പുള്ളിയുടെ കോമാളിത്തം കാണിക്കാൻ താല്പര്യം കാണണ്ട. എന്തിനാ പുള്ളിയെ അറ്റാക്കിന് മനസ്സിലാവില്ല. എന്നെ അറ്റാക്കിന് കാരണമുണ്ട്. കാരണം ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ. എനിക്ക് അലിൻ ജോസ് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. ഈ ടൈഗർ അണ്ണന്റെ വീഡിയോ ഇറങ്ങിയപ്പോൾ അലിൻ ജോസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അലിൻ ജോസ് ഇങ്ങനെ നോക്കിയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടിട്ടുള്ള വീഡിയോ. എല്ലാം പ്ലാൻഡ് ആണ്. കമന്റ് ഒക്കെ ഞാൻ കണ്ടതാണ്. എന്താ മീഡിയക്കാര് പറഞ്ഞപ്പോ പുള്ളിക്ക് ഒരു അഭിജിത്ത് കിട്ടിക്കൊണ്ടു പോയി. അല്ല, അപ്പൊ അവരിങ്ങനെ കമന്റ് വന്നത് ഇങ്ങനെയായിരുന്നു, ഇവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ എന്താണ് ചെയ്യുന്നത്. എന്നെക്കാളും കൂടുതൽ കോമാളിത്തരം പുള്ളി കാണിക്കുന്നുണ്ട്. അന്ന് മനസ്സിലായി. അപ്പൊ അവന്റെ ലെവൽ എന്തായി? ഇവരെക്കാട്ട് കോപാലത്തെ കാണിക്കില്ല. അലമ്പ രീതിയിലാണ് ഞാൻ ചോദിച്ചു. ഈ പ്രണയം എന്തായില്ല അവരുടെ വീട്ടിലറിഞ്ഞോ? പ്രണയം എന്ന് പറഞ്ഞാൽ കാറ് കിട്ടിയാൽ പുള്ളി കല്യാണിക്കുന്നുണ്ട്. വേറെ കാര്യം വിലയാണ് വെറുതെ നടന്നത്. കാറ് കിട്ടിയാൽ കല്യാണിക്കുള്ളൂ. വീട്ടുകാരെന്താ പറയില്ല, അമ്മയിലെന്ത് പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് പ്രശ്നമല്ല. ഗ്ലാമർ ആയാലും പുള്ളി ഇതിലിട്ട് നല്ല റിസോർട്ടല്ലേ കാണാൻ. പിന്നെ രാഷ്ട്രീയത്തിൽ പോട്ടല്ല, ഇവർ രാഷ്ട്രീയത്തിൽ പോട്ടല്ല, എല്ലാം പുനസ്തി കളിക്കാൻ അറിയാം. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഏപ്രിൽ 15-ാം തീയതി നേർ എന്ന ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ് ഇറങ്ങുന്നുണ്ട്. വിമൽ പത്രാപുരം സംവിധാനം ചെയ്ത് സിബി രാജേഷ് എന്നിവർ കഥ എഴുതി മറ്റ് നമ്മുടെ വിമൽ പത്രാപുരം സംവിധാനം ചെയ്യുന്ന നേര് ആറട്ടുണ്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞോണ്ട്. ഈ ഷോർട്ട് ഫിലിം അഭിനയിച്ചത് പ്രത്യേകിച്ച് അങ്ങോട്ട് കാശ് കൊടുക്കാൻ പിന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചപ്പോ? നേരെ അഭിനയിച്ചപ്പോ ഞാൻ പറയലില്ല. എനിക്ക് സിനിമ അഭിനയം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ ഭയങ്കര ഒരു ടെക്നോളജി കുഴപ്പമുണ്ടോ. ഒരു സീൻ തന്നെ റീടേക്ക് അല്ല ഒരു സീൻ തന്നെ പല ആംഗിളിൽ എടുക്കും. ഒരു സിനിമയിൽ അത്രയില്ല കുറച്ച് ടെക്നോളജി ഉണ്ട്. ഇത് ആവർത്തന വിശിഷ്ടത ഭയങ്കരമാണ്. ഒരു സീൻ തന്നെ റീടേക്ക് അല്ല പല ആംഗിളിൽ എടുക്കും. സിനിമയിൽ പിന്നെ ടെക്നോളജി ഉണ്ട്. ഇത് ടെക്നോളജി വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ടോ. എന്തോരം പ്രതീക്ഷ ഇറങ്ങുമ്പോ എനിക്കറിയില്ല. ഞാൻ എന്റെ സീൻ മാത്രം എനിക്ക് ഓർമ്മ. ഞാൻ തട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നു പോകുന്നു. വേറെ എനിക്കറിയില്ല. വിഷു സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റൂല. വിഷുവിന് റിലീസ് ചെയ്യുന്നതാണ്. കുറെ നാളായി വെയിറ്റ് ചെയ്യുന്നത്. വിമൽ പത്രാപുരം സിനിമയും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നേര് റിലീസ് ആവുന്നത്. സിനിമയും
എന്നെയും റിയേനെയും വെച്ച് നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റുമോ പടത്തിൽ? ആ പെർഫോമൻസ് ഉണ്ട്. അത് പുള്ളിക്കാ മെയിൻ റോൾ. എനിക്ക് ഒരു സീനായിട്ട് ഫീലായിട്ട് ഞാൻ ചെയ്തിട്ട് പോയി. എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ കഥ പോലും അറിയില്ല. എനിക്ക് ആ സിനിമയുടെ കഥ പോലും അറിയില്ല. അല്ലെങ്കിൽ എനിക്ക് ആ സിനിമയുടെ കഥ പോലും അറിയില്ല. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിച്ച് ഞാൻ പോയി. ബെഡ്റൂം സീൻ ഉണ്ട്. ബെഡ്റൂം സീനൊന്നുമില്ല, അങ്ങനെ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിരിക്കുന്നു. അടുത്തിരി അതാ പറഞ്ഞത്. അല്ല ഞാൻ പറയാനായിട്ട് അത് മെയിൽ ഇറങ്ങും, മെയ് മാസം. അത് എനിക്ക് പണി കിട്ടി, വീട്ടുകാരുടെ ഭയങ്കരവിളിയായിട്ട്. അപ്പൊ ഇപ്പൊ ഗ്ലാമർ ഉണ്ട് കാണാൻ. കുറെ സിനിമ ഓഫേഴ്സ് ഒക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഹണി റോസിനോടൊക്കെ അഭിനയിക്കാൻ വിളിക്കുന്നു. ഹണി റോസാ ഉള്ളാരുവാണോ? ആ ഉള്ളവരോ ഹണി റോസിനോട്. ഹണി റോസ് ലിപ്സ്റ്റിക്കായിരിക്കും. അല്ല ഹണി റോസിനോടൊക്കെ അഭിനയിക്കാൻ അവസരം വന്നിട്ടുണ്ട്. ഹണി റോസ് ഇത്ര ഭയങ്കര എപ്പോഴും ഹണി റോസ് പറയണ്ടില്ല. ആ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ചിലപ്പോ അത് ചെയ്യും. ഹണി റോസിന്റെ പടത്തിലാണ്, ഒപ്പമാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ അണ്ണൻ ആർട്ടിസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ആക്ടർ ആയിട്ടാണോ? ആക്ടറായിട്ട് ചെറിയൊരു റോള്, അത്യാവശ്യം നല്ല റോള്. ഡയറക്ടർ നേരിട്ട് വിളിച്ച, നേരിട്ട് കണ്ട് സംസാരിച്ച. റിയക്കും എനിക്ക് അവസരം ഉണ്ടെന്ന് പറഞ്ഞു. റിയക്ക് നിനക്കാട്ട് എത്ര 10 വയസ്സ് കൂടുതലാണ്? 10 വയസ്സ് കൂടുതല. അവര് അമ്മയാണ് പറയാനല്ല, അമ്മയുടെ സ്ലേക്ക് കിട്ടും. നീ കാർ ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ, എന്തോ കാർ കിട്ടിയാലേ ലേക്കുള്ളൂ. കാർ കിട്ടില്ല, കാറും 10 ലക്ഷം രൂപ. ഇവിടെ ഇതൊക്കെ ഇവിടെ ഞാനെ കാറ് വേണ്ട, ഒരു ഉഡേ വേണ്ട, ടോൾ കിട്ടില്ല. പിന്നെയാണ് ഇവിടെ കാറ് വേണം. കാറും 10 ലക്ഷം രൂപ. കാറും 10 ലക്ഷം. എടാ ഡബറി വാങ്ങിക്കാൻ പാടില്ലേ, ഡബറി എഗേൻസ്റ്റ് ആണ്. ഇപ്പൊ പരസ്യം പറയല്ലേ, നമ്മളങ്ങനെയാണ് പറയേണ്ട കാര്യം പുറത്ത് നോക്കി പറയും. ആ ഡബറി വാങ്ങിക്കാൻ പാടില്ല, ലീഗലാണ്, ലീഗലി പ്രശ്നമാണ്. പക്ഷെ അവരോട് അഭിപ്രായം പറയണേ, നമ്മൾ ആവശ്യപ്പെടും. ഡബറി പ്രൊഹിബിറ്റർ ആണ്, എന്നാലും അവര് നോക്കണ്ടേ. എടുക്കുന്നുണ്ടോ? വേറെ ചോദ്യം. ഡബറി പ്രൊഹിബിറ്റർ ആണ്. ഇവൻ ഡബറിയിൽ പറയാം, ഡബറിയുടെ കാര്യം ഡബറിയിൽ പ്രൊഹിബിറ്റർ ആണ്. പറഞ്ഞാൽ തട്ടിക്കൊണ്ട് പൊക്കിക്കൊണ്ടു പോകും. ആ ഇവിടെ ഡൗറി വേണം, 3 ലക്ഷം രൂപ വേണം. പിന്നെന്താണ് 1 ലക്ഷം? എത്ര? 2 ലക്ഷം. ഞാൻ 10 ലക്ഷം പറഞ്ഞു. 10 ലക്ഷം ഒരു കല്യാണം കഴിക്കുന്നതിന് കാശ് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ കിട്ടാമെന്ന് പറഞ്ഞല്ല, അവിടെ അവർ പഠിക്കണ്ട. അവര് സത്യസന്ധമായ പ്രണയമാണ്, അപ്പൊ സിൻസിയറായിട്ടുള്ള പ്രണയമാണ്. നിങ്ങളെ പോലെ പണം നോക്കിയല്ല. സ്വർണം ഒന്നും വേണ്ട, ഒരു ടൈറ്റാനിക്കിലെ ജാക്ക് ആൻഡ് റോസും പോലെയാണ്. അയ്യോ ഞാൻ ചോദിക്കാൻ വന്ന എന്താന്ന് വെച്ചാല്, ഈ അടുത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇംഗ്ലീഷ് റിവ്യൂ പറഞ്ഞിട്ട് വൈറൽ. അത് കൂടാണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ വീണ്ടും ആ റിവ്യൂ പറഞ്ഞിട്ട് അതും ഭയങ്കര വൈറലായി. അപ്പൊ പലരും പറയുന്നുണ്ട് ഇംഗ്ലീഷ് അല്ല, എന്നോട് ഓൾറെഡി അലൻ ജോസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അലൻ ജോസ് മറ്റേ ആംഗ്ലോ ഇന്ത്യൻ ആണെന്ന്, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുള്ളൂ. പക്ഷെ കമന്റ് ഒക്കെ വന്നപ്പോ എല്ലാരും കളിയാക്കുവാണ്, ഇംഗ്ലീഷ് അറിയില്ല പിന്നെന്താണ് അതെന്താണ്? ഫിലിം കണ്ടിട്ടാണ് ഇംഗ്ലീഷ് തുടങ്ങിയത്. ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ടല്ല, ഒരു അന്വേഷണത്തോടല്ല, വെറൈറ്റി. രാജുവേട്ടൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. രാജുവേട്ടൻ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ L3 ചിലപ്പോ അവസരം കിട്ടിയാണ്. എല്ലാം ഇങ്ങനെ കേട്ടോ, പ്ലാൻഡ് ആണ്. ഇപ്പൊ മോഹൻലാൽ മണിയടിയാണ് ബിഗ് ബോസ് കയറാൻ വേണ്ടി. നമ്മള് ഓരോ ഡേ ബൈ ഡേ വൈറലാവുന്നതുകൊണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. എന്റെ ഒന്നും പ്ലാൻ ചെയ്തില്ല, സംഭവിക്കാം. അതുകൊണ്ടാണ് പുള്ളിയാണ് എന്നെ വൈറൽ. ഈ പ്ലാൻ ചെയ്തോണ്ട് പുള്ളി എപ്പോഴും എണീക്കുമ്പോ തന്നെ നാളെ എന്താകും എന്നുള്ളവരെ പ്ലാൻ ആവും. അതേപോലെ നടക്കുകയും ചെയ്യും. സമ്മതിച്ചോളൂ, കൈ തന്നെ ഇവൻ വൈറലായി പോലെ എല്ലാം പ്ലാൻ ചെയ്ത്. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഓരോ കാര്യം പറയുന്ന പ്ലാൻ ഉണ്ടാവണം. എല്ലാം പ്ലാൻ. പിന്നെ പറയാനുള്ളത് ഈ അടുത്ത് നമ്മുടെ സെലിബ്രിറ്റീസ് ഇപ്പൊ എല്ലാ ദിവസവും വരുമ്പോൾ കാറിൽ വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മുടെ മീഡിയ കെയർ സെറ്റ് ചെയ്തിട്ട് കാറിൽ വരികയുണ്ടായി തിരിച്ചു പോകുമ്പോൾ. നീലക്കുയിൽ കാർ ഞാൻ കാറിൽ വരികയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങൾ വൈറലാവാൻ വേണ്ടിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, റീച്ചിന് വേണ്ടി പറയുന്നു. എന്നെ എല്ലാവരും വിളിച്ചു പറയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യരുത്, ഇവരായിട്ട് ബന്ധം വെക്കരുത്, ഇതൊക്കെ എന്നോട് പറയണം. എനിക്ക് സംഭവിക്കാനാണ് നിലനിൽപ്പിന് വേണ്ടി നഗ്നത പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞിരുന്നു ഇങ്ങനെ കോമാളത്തെ കാണിക്കുന്ന നല്ല തുണി നടത്താൻ പോരെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്റെ ആവശ്യമല്ലേ, മനസ്സിലായോ? ഞാൻ ചോദിക്കാൻ വന്ന ഇപ്പോ നിങ്ങളിപ്പോ വൈറലാവാൻ വേണ്ടിയിട്ടും ഇപ്പൊ മീഡിയ ഒരു ഇത് നോക്കി കുറെ അതിലും മീഡിയ ഒരു കാരണമാണല്ലോ. അപ്പൊ മീഡിയ
മീഡിയക്കാണെങ്കിലും കുറെ കമന്റ്സ് വരുന്നുണ്ട്, എന്തിനാ നിങ്ങളുടെ പിറകെ നടക്കുന്നത്, എന്തിനാ നിങ്ങൾ വൈറലാക്കി വിടുന്നത്, അങ്ങനെ പിന്നെ മീഡിയനെ കുറ്റം പറയുന്ന രീതിയിൽ കുറെ കമന്റ്സ് ഒക്കെ പറയുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ, അതോ നിങ്ങൾ എന്താ പറയുന്നത്, അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ആവശ്യമുണ്ടോ വെച്ചാൽ വീഡിയോക്ക് വ്യൂസ് കിട്ടും, അതുകൊണ്ട് എടുക്കുന്നു. ഇവർക്ക് എന്റർടൈൻമെന്റ് ആണ്, എസ്പെഷ്യലി ഇവന്റ് ആണ്. അപ്പൊ ഒരിക്കലും ചില മീഡിയക്കാർ എടുക്കാണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ മസ്താനയുടെ വെറൈറ്റി മീഡിയ ഞാൻ സ്ഥിരം വിളിക്കാറുണ്ട്, അവര് ഇതുവരെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല. അങ്ങോട്ട് വിളിച്ചാണോ വാങ്ങിയ ഇന്റർവ്യൂ അല്ല, ഞാൻ ഇത് വിളിച്ചിട്ടില്ല ആരെ. ഞാൻ വിളിക്കാറുണ്ട്. വെറുതെ ഇപ്പോഴും വൈറലായിട്ട് ഒരുപാട് ഞാൻ പഠിക്കണം. ഈ അടുത്ത് മറ്റേ സ്മാർട്ട് പിക്സ് മീഡിയ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി, അവസാനം ഒരു ഇന്റർവ്യൂ കിട്ടി. പിന്നെ ആൾക്കാരുടെ 50 രൂപ 100 പേര് ചോദിക്കാറുണ്ട്. അല്ല, പിന്നെ ആൾക്കാരുടെ 50 രൂപ 100 പേര് ചോദിക്കാറുണ്ടോ? നീ ഇന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോ 3000 രൂപ കൊടുക്കാറുണ്ട്, നിന്നെ അടിക്കായിട്ട് എടുക്കുക. വെറുതെ ആൾക്കാർ പറയാനുണ്ട് നമ്മള് ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് 50 രൂപ 100 രൂപയ്ക്കാണ് ചോദിക്കണം എന്ത് ആൾക്കാരോട്, നീലപ്പോയില്ല അവരോടല്ല. ഓക്കെ. പിന്നെ എനിക്ക് അലൻ ജോസിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ നിങ്ങളുടെ റീൽസ് ചെയ്തിട്ട് നിങ്ങൾ കുറെ ട്രെൻഡിങ് ആയിട്ട് കപ്പിൾ റീൽസ് ഒക്കെ വരുന്നുണ്ട്. അത് ശരിക്കും നിങ്ങൾ കപ്പിൾ ആയിട്ടാണ്, അത് ചുമ്മാ ഇതേപോലെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്? ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഗേൾ ഫ്രണ്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എനിക്ക് എന്തോരം ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ അറിയാൻ പറ്റും. പലയിടത്തും കമന്റ്സും എല്ലാം കാണുന്നത് കപ്പിൾ എന്ന രീതിയിലാണ്. കപ്പിളായിട്ടൊക്കെ അഭിനയിക്കുന്നതല്ലേ, ജസ്റ്റ് ഫോർ ആക്ടിങ്. മീഡിയയിലെ റിവ്യൂ പറയുമ്പോൾ ആക്ടിങ് ആണത്. ഇവ കല്യാണിക്കണെങ്കിൽ പറഞ്ഞില്ലേ, കാറ് ഇതൊക്കെ കിട്ടിയ കല്യാണിക്കില്ല. 10 ലക്ഷം രൂപ 150 വരും. അല്ല, ഈ പറയുന്നത് വൈറലാൻ വേണ്ടിയാണോ? ഈ 10 ലക്ഷമോ ഇത് പറഞ്ഞ വൈറലാ? കാറ് വേണമെന്ന് ആഗ്രഹമുണ്ട്, വൈറലാൻ വേണ്ടി പറയണേ വിവാദമാകട്ടെ. അപ്പൊ ജനങ്ങള് മനഃപൂർവ്വം പറ്റിക്കുകയാണ്. ഓക്കെ, അങ്ങനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അസൂയാണ് ഗേരോട്. എന്താ ഇപ്പൊ 40 വയസ്സോളായല്ലോ, അന്നിപ്പോ 40 വയസ്സോളായല്ലോ. 40 വയസ്സ്, എനിക്ക് 37 വയസ്സായിട്ട് അത്ര ആ പോലോ. അപ്പൊ ഈ പ്രായത്തിൽ അണ്ണനൊന്നും വേണ്ടെന്ന് പറയുന്ന അണ്ണന് ഒന്നും അതിന് വല്ല കുറവുണ്ടാ? അല്ല, എനിക്ക് കിട്ടാറില്ല, ഉള്ള പറയാം. എന്റെ എല്ലാം വൺ സൈഡറാണ്. ഞാൻ ഒരുപാട് പേര് പറഞ്ഞിട്ട് എന്റെ എല്ലാം നടക്കാത്തതാണ്. എനിക്ക് ഇതൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. നല്ല അസുഖം വല്ലതും ഉണ്ടാ? അസുഖമൊന്നുമല്ല, എനിക്ക് എന്റെ ഗ്ലാമർ ലൈഫ് ആവാം. മെന്റൽ ഡിപ്രഷൻ വല്ലതും ഉണ്ടാ? അങ്ങനെ ഒന്നുമല്ല. പെണ്ണുങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. നടന്മാരൊക്കെ പറയണ്ടല്ലോ ഡിപ്രഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതാവുന്നല്ല കാര്യം. പെണ്ണുങ്ങളോട് ചോദിക്കാൻ എന്താ കാരണം എനിക്കറിയില്ല. ഞാൻ പല പെണ്ണുങ്ങൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, എനിക്കറിയാം, എനിക്ക് ഗ്ലാമർ ഇല്ല, അതാണ് കാര്യം. താടി മീശയിലൊക്കെ കാണിക്കോ? താടി മീശയല്ല, മോശം ഗ്ലാമർ ഇല്ല. ഇവനോടാ അത്രയും ലെവലിലേക്ക് ആയതാ. ഏയ് അങ്ങനെയല്ല. ആ കുട്ടി ആദ്യമായിട്ട് ഐസ്ക്രീം എനിക്കാ, ഞാൻ പിന്നെ കുക്ക് ചെയ്താ പറഞ്ഞ. അണ്ണൻ വെർജിനാണോ? എന്തൊക്കെ ചോദിക്കലേ, ഒന്ന് നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നീ വെർജിനാണോ? ആകട്ടെ, അവിടെ ചോദിക്കാൻ പാടില്ല, അവരോട് ചോദിക്കാൻ പാടില്ല, നമ്മളോട് ചോദിക്കും. ഓക്കെ, ഞാൻ ചോദിച്ചത് എങ്ങനെ അസൂയ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അസൂയുണ്ട് ചില കാര്യത്തിൽ. ആറെണ്ണൊക്കെ ന്യൂസിലൊക്കെ പൊക്കി പറയും, അതുകൊണ്ട് വിഷമമുണ്ട്. എനിക്ക് അസൂയൊന്നുമില്ല, പക്ഷെ നമ്മളെ മീഡിയ ചില വിഷമമുണ്ട്. കാരണം നമ്മൾ പുതിയ മീഡിയക്കാർ ചേട്ടൻ അവഗണിക്കുന്നുണ്ടോ. ഞാനിപ്പം റിവ്യൂ കൊടുത്തിട്ട് പടം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ചില മീഡിയക്കാർ പുതിയ മീഡിയക്കാരെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതിൽ വിഷമമുണ്ട്. ഞാൻ അവരോട് ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എന്റെ ആൾക്കാർക്ക് കണ്ടു മടുത്ത് ഇപ്പൊ റീച്ച് പോയൊന്നും അറിയില്ല. എനിക്ക് യൂട്യൂബിൽ എന്റെ അക്കൗണ്ടിൽ ഉണ്ടോ? ചോദിച്ചോ, എന്തോ ചോദിച്ചോ. ഇപ്പൊ ഇവനെന്ന് വെച്ചാൽ ഒരു റോബോട്ടിക് പെണ്ണിനെ അറേഞ്ച് ചെയ്യാം. അതിന് 10 ലക്ഷം രൂപയും ഒരു കാർ ഇറങ്ങിയാൽ മതി. ആ പെണ്ണിനെ കളയാൻ കൊടുക്കും. റോബോട്ടിക് പെണ്ണ് ആടുജീവിതത്തിലെ ആടിന്റെ ഇതാണോ നോക്കി ആട് ചെയ്തോ? അത് പഠിക്കണം. എന്താ ചോദിക്കാണ് കുറച്ച് കിട്ടത്? ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ഒരാളുടെ ഈ സോഷ്യൽ മീഡിയ ലൈഫ് അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ PhD വരെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഫേക്കാണെങ്കിൽ പുള്ളി പറയായിരുന്നു, ഞാൻ ചെയ്യാതെ ചെയ്തോണ്ടിരിക്കല്ലേ. 2 വർഷമായിട്ടില്ല, ഇത് 3 വർഷം കഴിഞ്ഞിട്ടാ. 3 വർഷം പെട്ടെന്ന് പോവോ? എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞു. 6 റിസർച്ച് കമ്മിറ്റി 4 കഴിഞ്ഞു. ഞാൻ ഇവിടെ 100 കൂട്ടം കാര്യം ചെയ്യുന്ന. ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ചിലവരെങ്ങനെ പറയാറില്ലേ, ഇവന് വിവരമല്ല, ഇവന്
എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലവർ പറയാറുണ്ട്. ആരെക്കുറിച്ചാ? അല്ലല്ല, നിങ്ങളെ പറ്റിയിട്ടല്ല, ഞാൻ പൊതുവെ ഉള്ള കാര്യം പറയും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ 10 പൈസയുടെ വിവരം അങ്ങനെയൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ഒരാള് ചില സമയത്ത് തന്തായുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയതെന്ന് അതെ, ഞാൻ ഈ ലോജിക്കിനെക്കാട്ടി ഇൻസ്റ്റിക്റ്റ് എനിക്ക് തോന്നുന്ന കാര്യം നേരത്തെ കുറച്ചു ഈ സ്ത്രീകൾ റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്നില്ല. സ്ത്രീകൾ റിലേറ്റഡ് കാര്യങ്ങൾ ക്രഷ് അങ്ങനത്തെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. അത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മീഡിയ അല്ല, ആളുകളാണ്. നമ്മൾ ചില കാര്യങ്ങൾ അവിടെ തുറന്നു പറഞ്ഞു, അത് കുട്ടി അല്ലെങ്കിൽ കുഞ്ഞത്ത് അവരെല്ലാം പല കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പറയുമ്പോൾ ഇവിടെ പ്രശ്നമാണ്. വിലാലേട്ടൻ പറഞ്ഞപ്പോൾ പ്രശ്നമായതാണ്. കേരളത്തിൽ അങ്ങനത്തെ കാര്യം പറയാൻ പാടില്ല. കൊണസ്റ്റ് ചോദ്യമായിരിക്കും. രാമകൃഷ്ണന്റെ വിഷയത്തിൽ എന്നെ പറ്റി പറഞ്ഞത് അത് സത്യമല്ലേ? സത്യഭാമ അത് ഉള്ളതായിട്ടല്ല. ഇവനെ കറുത്ത പെൺകുട്ടി പുള്ളി പറഞ്ഞ സത്യഭാമയ്ക്ക് ജനിക്കാൻ കൊച്ചു പോലാണ്. ഞാൻ പറയട്ടെ, സത്യഭാമ പറഞ്ഞത് ആറലൂർ രാമകൃഷ്ണൻ കാക്കയെന്നാ പറഞ്ഞത്. അല്ല, അവർക്ക് രാമകൃഷ്ണൻ അപമാനിച്ചതാണ്. കറുത്ത നിറസ്ഥല്ല. നിനക്കും അങ്ങനെയല്ലേ? നീ കറുത്ത പെണ്ണിനെ ഇഷ്ടമല്ല. നല്ല കറുത്ത പെൺകുട്ടി നീ കല്യാണം കഴിക്കും. എന്തോരം പെണ്ണുങ്ങളുണ്ട് കറുത്ത ചിലപ്പോ കാശ് ഇട്ടാണ് കല്യാണിക്കും. 1 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ കളറിൽ കല്യാണിക്കും. കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മോഡൽ അടിക്കണമെന്നും വെളുത്തടിക്കണമെന്നും ഉണ്ട്. വെളുത്താണോ? ഭംഗി വേണ്ട. വെളുത്തോണ്ട് മാത്രം ഭംഗിയാണോ? ഇല്ല, മോഡേൺ ആണോ? മോഡേൺ ആണോ? പിന്നെ വസ്ത്രധാരണം മോഡേൺ വസ്ത്രം, വെളുത്തിരിക്കണം. പിന്നെ വേറെന്താണ്? ഞാൻ പറയാറുണ്ട് ഇവന് PhD ഇങ്ങനെ ചെയ്യുന്നത് പറയാറുണ്ട്. അല്ല, ഇയാളെ ടൂ മച്ച് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ഇയാൾക്ക് വിദ്യാഭ്യാസമില്ല. അത് ശരിയല്ല. അന്നപ്പോ എനിക്ക് 10 ക്ലാസ് ഉണ്ടെന്ന് അത് പൊക്കി പറഞ്ഞല്ലേ? അല്ല, പൊക്കി പറഞ്ഞല്ലേ? 10 ക്ലാസ് 10ാം ക്ലാസ് കുസ്തി. ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ? പൈസ വിദ്യാഭ്യാസം നല്ല കാര്യം. ഇവിടെ ഭയങ്കര ബുദ്ധിയാണ്. വക്രബുദ്ധി ഭയങ്കരമാണ്. സ്ട്രാറ്റജിസ്റ്റ് ആണ്. അല്ല, ഇവൻ സിനിമയിൽ പോകേണ്ട ആളല്ലേ, രാഷ്ട്രീയത്തിൽ പോകേണ്ട ആളാണ്. രാഷ്ട്രീയത്തിൽ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു. സാറ് വിളിച്ചിട്ട് പറഞ്ഞ് എത്ര വയസ്സായെന്ന് ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു 23 എല്ലാവരും പറയും 30 വയസ്സാണ് എന്നോട് പറയാം. 25 വയസ്സ് തികഞ്ഞാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഈ വർഷത്തെ ഇലക്ഷൻ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഏജ് ആയിട്ടുണ്ട്, പോകത്തില്ല. പാർലമെന്റ് ഇലക്ഷൻ വിളിക്കാൻ കാരണം പബ്ലിസിറ്റി സ്റ്റണ്ട്. ആറട്ടനെ വിളിച്ചെന്നാ പുള്ളി പറഞ്ഞു. പുള്ളി വന്നു മലപ്പുറത്ത് വൈകിട്ട് ആൾക്കാർ മറ്റേ വയസ്സായി വിളിച്ചിരുന്നു പുള്ളി. പേടിയല്ല, താല്പര്യമില്ല, രാഷ്ട്രീയം താല്പര്യമില്ല. എനിക്ക് പിന്നെ ചോദിക്കാനുള്ള കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് കുറേ ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ട്. അല്ല, എന്റെ ഹേറ്റ് കമന്റ്സ് ചെയ്യുന്ന ഇവരുടെ ആൾക്കാരെ പറയാം. എങ്ങനെ പറയാം? ഞാൻ കമന്റ്സ് വായിക്കാറില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പല പിള്ളേരും എനിക്കെതിരെ ഫാൻ ഫൈറ്റ് നടത്താറുണ്ടെന്ന് ആണല്ലേ? എനിക്കത് അപ്പൊ സത്യമാണ്. ഞാൻ പറഞ്ഞിട്ടല്ല. ഹേറ്റ് കമന്റ്സ് വരുമ്പോ ഈ പറയുന്ന ആൾക്കാര് റിയൽ ലൈഫില് ഒരു ബാഡ് ആയിട്ട് നിങ്ങളോട് പെരുമാറും? എനിക്കല്ല, ചിലരെ കളിയാക്കി എനിക്കറിയില്ല. പക്ഷെ ഇത് കമന്റ്സ് കുറച്ച് പെയിൻഫുൾ ആണ്, അതുകൊണ്ട് വായിക്കാത്ത. റിയൽ ലൈഫിൽ എങ്ങനെയാണ് അറിയില്ല. എനിക്കറിയില്ല ഇവർ ഏതൊരു പിന്നെ റിയൽ ലൈഫിൽ ബാഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഡെയിലി വിളിക്കാറെന്ന് പറഞ്ഞു മലപ്പുറം, കാസർഗോഡ് എന്നെ ഒരുപാട് വിളിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് വിളിയോട് കണ്ടിന്യൂസ് വിളിയാണ്. ചീത്തയല്ല ഇപ്പൊ, ഇവന്റെ കാര്യമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് നല്ല കോൾസ് ആണ് എല്ലാം. ആറട്ടെണ്ണ റീച്ച് നിനക്ക് റീച്ചില്ല, നീ വൈറലല്ലോ. എന്തൊക്കെ സ്ട്രാറ്റജി ആണെങ്കിലും എന്തൊക്കെ ഇങ്ങനെ വീഡിയോ വൈറൽ ആവാനാണെങ്കിലും ഒരാളോട് ഇങ്ങനെ കുറെ വട്ടം ചെന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അത് നമ്മളിപ്പോ സിനിമയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാറില്ല. മീഡിയക്കാരോ ചോദിക്കാന്ന് മാത്രം. വേണ്ട ആ കാര്യം നമുക്ക് ഓരോ ഡയറക്ടേഴ്സ് പുറകെ പോകും. ഇപ്പൊ ഞാൻ എല്ലാ മീഡിയ ഷാജി പാപ്പൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, തൊലിക്കെട്ടി ഭയങ്കര നോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആറട്ടെണ്ണ പിന്നെ കമന്റ്സ് മുഴുവൻ വായിക്കും.
കമന്റ്സ് വന്നേക്കും, ഒരു ഏക്കലും ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ കുറച്ച് സെൻസിറ്റീവാണ്, അവിടെ കമന്റ്സ് വായിക്കാറില്ല. ചില സിനിമക്കാർ നേരിട്ട് ടിക്കറ്റ് വരാറുണ്ട്, തള്ളിവിടാറുണ്ട്. ഇവിടെ പറയാൻ കാരണം പബ്ലിസിറ്റി ഉണ്ട്, എനിക്ക് പബ്ലിസിറ്റി വൈറലാണ്. നീയാണ് ഞാനാണ് കൂടുതൽ പോപ്പുലർ. നീ പറയും ഞാൻ ശരി, നിങ്ങൾ രണ്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ എന്ന് തോന്നുന്നത്? രണ്ടുപേരും കട്ടകട്ടെന്ന് പറയാം. കട്ടക്കട്ടക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നെ പല അമേരിക്ക പല ആൾക്കാർ വിളിക്കും, എന്നിട്ട് ഇവന്റെ കാര്യം പറയും. എല്ലാരും പറയുന്നത് ഇവനെ പ്രൊമോട്ട് ചെയ്യരുത്, ഇവനെ അടുപ്പിക്കരുത്, ഇവ ഭയങ്കര ഇനിയിപ്പോ ആറക്കണ്ണന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നടത്തിയില്ല പ്രശ്നം കാണുന്ന പലർക്കും അറിയില്ല. ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ആറക്കണ്ണൻ എന്ന് കൊണ്ടുവന്നത്. ഞാൻ മാപ്പ് പറയാൻ വേണ്ടിയാണ്. എന്റെ അത്ര ആയിട്ടില്ല, പക്ഷെ ആവും, ഉടനെ ആവും. അത്ര ആയിട്ടില്ല. നിങ്ങളൊരു മീറ്റിംഗ് നിങ്ങളൊരു നടത്തിയില്ലേ, സർവേ നടത്തിയില്ല, അപ്പൊ പലർക്കും അറിയില്ല. സർവേ അതാ പറയാത്ത മനഃപൂർവ്വം. ഇപ്പൊ ഞാൻ ഈ കോളേജ് കോളേജിൽ പോകട്ടോ, ഗേൾസ് കോളേജില്. എനിക്കൊന്നുമില്ല, ഇങ്ങേർക്കാണ്. ഞാൻ പറഞ്ഞ അത് അങ്ങേർക്ക്, എനിക്ക് അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങളെ രണ്ടുപേരും ചിലര് പറയുന്നുണ്ട്, ഇത് പറയട്ടെ, ആൾക്കാര് പറഞ്ഞ മനസ്സിലായിട്ട് അപ്പൊ ആ കുട്ടി മറന്നു പോകും. മറന്നുപോയില്ല. ഇപ്പൊ എന്റെ നെയ്ബേഴ്സ് പലരും പറയുന്നത് ഇപ്പൊ മമ്മൂട്ടരെ മോഹൻലാലിന്റെ സിനിമ കാണാറില്ല, ആറെണ്ണന്റെ അലിജോസിന്റെ റിവ്യൂ ആണെന്ന് പറയുന്നത്. ഇങ്ങനെ പൊക്കി പറയില്ല, പൊക്കി പറയില്ല. ഒരു കാര്യം പറയും, ഒരുപാട് പേർക്ക് അറിയാം, സിനിമ ഫീൽഡ് എല്ലാവർക്കും അറിയാം, പുറത്താണ് വിളിക്കുന്നുണ്ട്, അല്ലുണ്ട്. ഞാൻ ചോദിക്കാൻ വന്നത് നിങ്ങളെ രണ്ടുപേരും തട്ടിയിട്ട് ഒരാള് കയറി വരുമെന്ന് തോന്നുന്നു. ഇനി ഒരു പണ്ടം കയറി വരുന്നില്ല, വടക്കരൊക്കെ സംഭവിക്കില്ല. കാസർഗോഡൊക്കെ ഒരു ബന്ധമുണ്ട്, അതൊക്കെ ജസ്റ്റ് വന്നപ്പോ പോവുക മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം അറേഞ്ച് ചെയ്തു തോന്നുന്നു. എല്ലാ വെള്ളിയാഴ്ച വന്നാൽ മാത്രമേ വന്നത് മാത്രമല്ല പാട്ട് പാടാൻ എല്ലാ വെള്ളിയാഴ്ച. അടിയുള്ള പേടിയുണ്ടോ? എനിക്ക് അടിയിട്ട് നിനക്ക് അടിയിട്ടാൻ സാധ്യതയുണ്ടോ? പേടിയുണ്ടോ? എനിക്ക് അടിയിട്ട് ആദ്യം പൊക്കിയ ആളാ. വിത്തിൻ സെക്കൻഡ്സ് സിറ്റുവേഷൻ വന്നാൽ അപ്പൊ തന്നെ 100 വിളിക്കും. ഇപ്പൊ തന്നെ അടുത്ത വെള്ളിയാഴ്ച പോലീസ് വിളിക്കുന്നില്ല പറഞ്ഞു. തിയേറ്ററിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പറയണ്ടേ, ഓരോ ഇപ്പൊ ആര് പറയും ഇവരെ ഏതോ ഗ്യാങ്ങിനെ അറേഞ്ച് എല്ലാം അടിക്കാൻ വേണ്ടി ഗ്യാങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന്, അതൊക്കെ വെറുതെ കഴിഞ്ഞ 2 ദിവസം പ്രായക്കാരായിട്ടുള്ള ഒരു 10-30 വയസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവര് എനിക്ക് സപ്പോർട്ടായിട്ട് കുറെ ഇടിക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടല്ല, ആൾക്കാർക്ക് പൈസ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ആരാധിക്കുന്നവര് പൈസ കൊടുത്തൊക്കെ ഇടിപ്പിക്കുമല്ലേ. ഇടിപ്പിച്ചില്ല, ഇടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയല്ല, ലിസ്ണർ സ്പീക്കർ അല്ലേ, ഇങ്ങനെയാണ് എല്ലാവരും ഗ്ലാമർ ഉണ്ട്. ഞാൻ പറയും ചന്ദ്രലേഖയിലെ ലാലേട്ടറിന്റെ കട്ടില്ലേ, ചന്ദ്രലേഖത്തിൽ ലാലേട്ടർ ഇതേ ഡ്രസ് ഇട്ട് ഒരു അപ്പുകൂട്ടാൻ പാട്ടലില്ലേ, അതുപോലെയുണ്ട്.